ദിൽറുബായിനി സംഗമോത്സവം ഓ ദിൽറുബായിനി സംഗമോത്സവം നിന്റെ അഴകിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ നിശാഗന്ധി പൂത്തുലഞ്ഞു നീലാവിൻ്റെ കൂടൊരുങ്ങി ഇന്നല്ലയോ രതിപാർവണം അരികത്ത് നീ വരുമ്പോൾ തുളുമ്പുന്നു ദാഹപാത്രം അനശ്വരമീ വസന്തം മരഘമെന്നാത്മദാം മധുമധുരിമയായ മനം ദിൽറുബാ ഓ ദിൽറുബാ ഇനി സംഗമോത്സവം എടുക്കുമ്പോൾ ആയിരങ്ങൾ തൊടുക്കുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ ഉലകങ്ങളൊരിക്കലും അനവധ്യമോഹരാത്രി ഒരിക്കലും മായുകില്ലേ അനവധ്യമോഹരാത്രി ഇനി സംഗമോത്സവം നിന്റെ അഴകിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും തേജസ് ദുർജാട്ടായിരുന്നു. തേജസ്, അർച്ചന, ഹലോ, സൂപ്പർ. എന്തായിരുന്നു നീ എന്താ ഒരു ചാട്ടമൊക്കെ? വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാറു പറഞ്ഞത്, ഉറക്കെ സംസാരിക്കുന്നു. അതെ, അല്ലേ അർച്ചനക്കെ പാടുമ്പോ കൈയൊക്കെ എടുത്ത് പാടാം. തേജസ്സിന് വാളായതുകൊണ്ട് മര്യാദക്ക് അങ്ങ് പറ്റുന്നില്ല. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് കണ്ണു കുത്തിയാലോ. അല്ലെങ്കിൽ പാറു ഈ വേദിയിൽ വാള് വെക്കാനും പറ്റത്തില്ല.
Let's go to mermaid. ഷാനിക്ക കുഴപ്പമില്ല. ഇരിക്കണം. അയ്യോ ദേ നമ്മുടെ ഫ്ലോറിൽ തീവ്രവാദികൾ അവിടെ ഇരിക്കുന്നു. അയ്യോ ശരിയാണ്. ഓടിച്ചിട്ടില്ല. ഇവരെ ആരാ? അല്ല ആരൊക്കെയാണെന്ന് ജഡ്ജസിന് മനസ്സിലായോ? ആ ഫസ്റ്റ് തീവ്രവാദി ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഈ തീവ്രവാദി ഏതായിരിക്കും? മനസ്സിലായോ? ഷാഹുലല്ലേ? അല്ല ഷാഹുലല്ല. അല്ലത് ശരി, ഷാഹുലല്ലേ അല്ലേ? ഷാഹുല് ഓടി രക്ഷപ്പെട്ടു. അപ്പൊ ആരാ മോൻ കാണിച്ചേ? മാഷേ ഒരു ഭാവിയുണ്ട്. ഈശ്വരാ. എന്റെ രാഹുലാണ്. മാഷേ. ഓക്കെ തീവ്രവാദി നമ്പർ 2 പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അത് നോക്കട്ടെ. നിക്ക് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതാരായിരിക്കും? സതീഷാണോ? സതീഷ് നിങ്ങക്ക് മനസ്സിലായില്ലേ? മറ്റേ ഗോവിന്ദ്. മനസ്സിലായില്ല കേട്ടോ. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങള് വിചാരിച്ചു ഇവിടുത്തെ ഡാൻസ് ടീമിലുള്ള 2 ഡാൻസേഴ്സ് ആയിരിക്കും. അങ്ങ് അത്ര നല്ല ആക്ടിങ് ആയിരുന്നു. സൂപ്പർ. ഓക്കെ അപ്പൊ നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ ഷാനിക്ക. തേജസ്, അർച്ചന സർ. അടിപൊളിയായിരുന്നു. ഈ പാട്ട് ആരൊക്കെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ എല്ലാവരും സ്കോർ ചെയ്തിട്ടേ ഉള്ളൂ. ഭയങ്കര രസമാണിത്. കാരണം ഈ പറയുന്ന പോലെ ഈ ആക്റ്റും സംഭവങ്ങളൊക്കെ ഭയങ്കര രസത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എനിക്ക് തേജസിൻ്റെത് ആകെ എനിക്ക് തോന്നിയത് ലെവൽ കുറവായിരുന്നു. അതുകൊണ്ട് കുറേ ഭാഗത്ത് എന്താണ് പാടുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു മഫിൾഡ് ആയിട്ടുള്ളൊരു സിംഗാണ്. അർച്ചന നന്നായിട്ട് തന്നെ പാടും. അടിപൊളിയായിട്ട്. ഈ പടം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സാർ. എടാ ഇതൊക്കെ കാണടാ. ഇത് കണ്ടിട്ടില്ല. അഴകരാണ് ഭയങ്കര രസമുള്ളതാണ്. കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. എന്തോരം കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വേറൊരു ഹിറ്റ് സോങ് ഉണ്ട്. ഏതാണെന്നറിയാം? പ്രണയമണി തൂവൽ. അത് തന്നെ. യെസ്, വേറൊന്നുണ്ട്. അത് തന്നെ. എന്താണ് പാട്ട്? ഒന്നുമില്ല. വിദ്യാജിയുടെ ഒരു ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു കമ്പോസിഷൻ. ടുൻ 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 ടുൻ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ പിക്ചറൈസേഷനും ഒന്നും പറയാനില്ല. നന്നായിട്ട് തന്നെ പാടി രണ്ടുപേരും. പിന്നെ ആ ഹോൾ ആക്ട് ഭയങ്കര രസമായിരുന്നു. തീവ്രവാദികളും ഷാഹുലും എല്ലാവരും കൂടെ പൊളിച്ച് നല്ല രസമുണ്ട്. രണ്ടുപേരും അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ അവസാനത്തെ തേജസിന്റെ ചാട്ടം, അതായത് തീവ്രവാദികളും പോയി, എല്ലാവരും പോയി കഴിഞ്ഞു. എന്തിനായിരുന്നു ആ ചാട്ടം? ഒരു സുഖമല്ലേ? തീവ്രവാദികളും പോയി, പാട്ടും കഴിഞ്ഞു, ഇനിയിപ്പോ എന്തോ ആവാലോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അതുപോലെ. പക്ഷെ രസമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഉഗ്രം പാട്ടടാ. ഒരു നിവൃത്തിയില്ലാത്ത പാട്ട്. അത് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു അസാധ്യ കോമ്പസിഷൻ. പിന്നെ പാടിയേക്കുന്നത് ഒരു സിംഹവും ഒരു പുലിക്കുട്ടി. പറയേണ്ട കാര്യമുണ്ടോ? ഉഗ്രം കോമ്പസിഷൻ. നിങ്ങൾ നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ അഗ്നിരേഖയിൽ അതൊക്കെ ശരിയാവണം. പിന്നെ ലാസ്റ്റ് ഓക്കെയാ, നമുക്ക് എപ്പോൾ പാടിയാലും അത് കൃത്യമായിരിക്കണം കേട്ടോ. നീ ഒരു നല്ല പാട്ടുകാരനാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. എന്താണ് നിശാഗന്ധി? പിന്നെ ഈ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ആ ലൈൻ, അതൊന്ന് നന്നാക്കാം, ഒന്ന് പാടാമോ? അരികത്ത് നീ വരുമ്പോൾ അരികത്ത് നീ വരുമ്പോൾ ചകരെ വറും നാ കേൾക്കുന്നു. വരുമ്പോൾ തുളുമ്പുന്നു ദാഹപാത്രം. അതൊക്കെ കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടാൻ. പിന്നെ അനശ്വരമി, അത് കമോൺ എവരിബഡി അല്ലേ, അത് ആ സംഗതിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും. അതൊന്ന് പാടാമോ? നൈസ്. അവിടെ ഇട്ട് കുലിക്കിയാൽ അതങ്ങ് നശിക്കും, എൻ്റെ ഒരു ബ്യൂട്ടി പോവും. പിന്നെ വീഴുവാൻ വരും, അത് കമോൺ എവരിബഡി അല്ലേ. അതെന്തൊരു വീഴ്ചയാണ്. ഒന്ന് നേരെ ചെവ്വ വീഴൂ, എന്തൊക്കെയാലും വീഴുന്നു, അത് ഐശ്വര്യമായിട്ട് വീഴും.
ശലഭമാണു ശലഭമാണു ശലഭമാടു ഞാൻ ശലഭമാടു എന്നാ കേൾക്കുന്ന എനിക്ക്. ശലഭമാടു ഞാൻ ഗുഡ് ഗുഡ് മതി. ഇല്ല അത്രയേ ഉള്ളൂ. കാര്യം നമ്മൾ ഈ പാട്ടൊക്കെ ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറിയിരുന്ന് നമ്മളെ ശല്യപ്പെടുത്തും. അങ്ങനൊരു പാട്ടാണിത്. വിദ്യാണ്ണാച്ചിയുടെ മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ നിങ്ങൾ നന്നായിട്ട് തന്നെ പാടി. ഇതും കൂടെ ഒക്കെ ശ്രദ്ധിച്ചാൽ എക്സൽ ചെയ്യാം. അതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ പാടിയ ബോറൊന്നുമല്ല. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി തേജസ്, Yes, ma'am. അർച്ചന, മാം നല്ല സോങ് സെലക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓ ദിൽറുബ എന്ന് പറഞ്ഞ പാട്ട് ഏറ്റവും കൂടുതൽ ജനകീയമാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ സംഗീത് പാടിയപ്പോഴാണ്. തുടക്കത്തിൽ ഏറ്റവും ആദ്യം ഒരു റിയാലിറ്റി ഷോയിൽ ഈ ഒരു പാട്ട് പ്രസൻറ്റ് ചെയ്ത് ഞാൻ കേൾക്കുന്നത് സംഗീത് പാടിയിട്ടാണ്. അപ്പം ആ സമയത്താണ് ഈ ഒരു സോങ് പല വേദികളിലും പിന്നെ എല്ലാവരും എടുത്ത് പാടാൻ തുടങ്ങിയത്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഈ ഡ്യുവറ്റായിട്ട് തന്നെ ഇവിടെ പെർഫോം ചെയ്തു. അർച്ചനയ്ക്ക് വയ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എന്നിട്ടും അർച്ചന ഭംഗിയായിട്ട് പാടി. തേജസ്, Yes, ma'am. തേജസിൽ നിന്നും ഞാൻ ഹരിജിയുടെ സോങ്സ് ഒക്കെ പൊതുവെ ഒരു പെർഫെക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അസലായി പാടുന്നുണ്ട് പക്ഷെ ശബ്ദം അധികം പുറത്തു വരുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് തേജസിന്റെ സംസാരിക്കുമ്പോഴായാലും പാടുമ്പോഴും ശബ്ദത്തിന്റെ ലെവല് കുറവാ മോനെ. അത് നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മളെപ്പോഴും വിനയം എന്നുള്ളത് വേണം. സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ശബ്ദം വേണം. പാട്ട് പാടുമ്പോഴും കുറച്ചുകൂടി ആ ത്രോ കൊണ്ടുവരണം. ഓക്കെ, ഇത് മൊത്തത്തിൽ മോനെ ഇങ്ങനെ ഒതുങ്ങിപ്പോയി ആ പാട്ടിനകത്ത്. അതാണ് സാറ് പറഞ്ഞത്, ആ സംഗതികളൊക്കെ പാടുമ്പോൾ ഈസി ആയിട്ട് പാടാൻ പറ്റും ചെയ്യും. പക്ഷെ എന്തോ ഒരു പ്രച്ചന ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ട്. ഒരു ചമ്മലോ എന്തോ ഒരു സംഭവം, അത് മാറ്റിയെടുക്കണം. എനിക്ക് അതാ തോന്നിയത് ഈ ത്രൂ ഔട്ട് ദ സോങ്. അർച്ചനയ്ക്ക് തീരെ വയ്യെങ്കിലും അർച്ചനയുടെ ശബ്ദമുണ്ട്, അർച്ചന പാടുന്നുണ്ട്. അർച്ചന നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വയ്യായികയിൽ നിന്നുമൊക്കെ എന്തൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ടാണ് അർച്ചന രക്ഷപ്പെട്ടത്. വെരി ഗുഡ്. എസ്പെഷ്യലി ആ തുടക്കത്തിലെ ഡാൻസും എല്ലാം ചെയ്ത് ഗംഭീരായിരുന്നു. ദൈവം അനുഗ്രഹിച്ചു ഇന്ന്. നന്നായി പാടി മോളെ. അതേപോലെ തേജസിന്റെ ഈ ആക്റ്റും ശരിക്കും പറഞ്ഞാൽ ആ ലാസ്റ്റിലത്തെ ആ തുള്ളിച്ചാടിയപ്പോഴത്തേക്കാണ് ശരിക്കും ഇവര് പറഞ്ഞ തേജസ് ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പൊ ഈ നേരത്തെ തുള്ളിച്ചാടിയപ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്തു. ആ എനർജി വേണം പാടുമ്പോൾ. അതൊന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടി ഒരു പവർ കൊണ്ടുവരണം. ഓക്കെ, എന്തായാലും ഗംഭീരായി. രണ്ടുപേരും നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു എനർജി ആവാമായിരുന്നു തേജസിന്റെ ഭാഗത്ത്. മോള് അർച്ചന നന്നായി പാടി. വയ്യായിക ഉണ്ടെങ്കിലും ഇറ്റ് വാസ് വെരി ഗുഡ്. ഗോഡ് ബ്ലെസ്. ഷാനിക്ക, നമ്മുടെ ജൂനിയറിലെ ഓർക്കുന്നുണ്ടോ? അനുഷ്ക പാട്ട് കഴിഞ്ഞതും പറഞ്ഞത് എനിക്ക് ഇവനെ വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞത്. എന്നിട്ട് അനുഷ്ക വെട്ടി അവൻ മരിച്ചു വീണ നമ്മൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്യണ്ടേ നമ്മുടെ സീനിയേഴ്സിന്? ഇവിടെ മരണങ്ങൾ സംഭവിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ കറക്റ്റ് ഓർമ്മയുണ്ടെന്ന്. അപ്പൊ നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, വാളെടുക്കും. വെയിറ്റ്. നമ്മുടെ കോറസ് പാടിയവർക്കും കൂടി ഒരു വലിയൊരു കൈയടി. നന്നായി പാടി എല്ലാവരും. ഓക്കെ, കുത്തിക്കൊന്നേ ഒന്നും നോക്കണം. കൊലപാതകം എടാ കഴിഞ്ഞു. നീ മരിക്കാൻ പോവാ, ചിരിക്കല്ലേ. അതെ, അപ്പോഴെങ്കിലും ഒന്ന് വാവിട്ട് കരയണേ. തേജസ് മരണം മുന്നിൽ കാണുന്നുണ്ട്. അതാ നിനക്ക് മാറി. വെട്ടും ബാബു കാലില്ല. വെരി ഗുഡ് റാ. എന്നിട്ട് അവൻ ചിരിക്കുക. നന്നായിട്ടുണ്ട്. എടാ, എവിടെ വെട്ടി നീ? ഇതെന്താ വാഴയാണോ വെട്ടിയത്? കറക്റ്റ്. വാഴ വെട്ടിട്ട് ഒരു കൊല താഴെ വീണ പോലെ ഉണ്ട്. ഏതുപോലെ എന്നിട്ട് ഞാൻ എണീറ്റ് ഉദ്ദേശിച്ചത് അൺഎക്സ്പെക്ടഡ് വെട്ടാണ്. പക്ഷെ ഇയാൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. സ്കില്ല് കാണിച്ചത് നീ വാളും പിടിച്ചിട്ട് 2 റൗണ്ട് അടിക്കുമ്പോൾ അവൻ പ്രതീക്ഷിക്കാൻ പാടില്ല കൊല്ലുന്നു. അതാ വെട്ടൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ഇല്ല അല്ലേ? എവിടെ വെട്ടിയ? പിന്നെ വാളുണ്ട് തടവാൻ പോയതാണോ നീ? വാഴ വെട്ടിയിട്ട പോലെ അതെ. ഞങ്ങള് കാണാം. ഇത് ഇവിടെ വെട്ടിയത് നമ്മൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ല. അതാ മര്യാദക്ക് വെട്ടി. അതെ.
എന്തിനാ തിരിഞ്ഞു നോക്കിയത്? നീ എന്തോന്നല്ലേ ഓന്തോ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത്? പോന്ത അങ്ങനെ എനിക്ക് ഇഷ്ടമായത് എന്താന്ന് പറയാ, അർച്ചന വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ നോക്കിട്ട് ഓക്കെ അല്ലേ ഇവൻ ചത്തിട്ടേ കഴിഞ്ഞു വന്നു. അവന് ചോദിക്കുന്നത് ചത്തത് ഓക്കെ ആണോ? രണ്ടും കണക്കാ. നമുക്ക് മാർക്ക് കൊടുത്ത് പറഞ്ഞു വിടാം അതെ. അല്ലേ? ഇല്ല കുഴപ്പമില്ല, നന്നായിരുന്നു. ഓക്കെ ശരത് സർ, യെസ്. നമുക്ക് ആദ്യം തേജസിന്റെ മാർക്ക്. തേജസ് യെസ് സാർ. 8.7. താങ്ക് യു സാർ. തേജസ് 8.6. താങ്ക് യു സാർ. തേജസിന്റെ മാർക്ക് ഞാൻ എഴുതി കഴിഞ്ഞു. ഓക്കെ പിന്നെ കുടത്തിലിടാം. പിന്നെ ഇടാം. ഓക്കെ സോ ടോട്ടൽ 17.3. താങ്ക് യു. ഓക്കെ ഇനി അർച്ചനയുടെ മാർക്ക്. സർ യെസ്. അർച്ചനയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 8.7. താങ്ക് യു സർ. ഷാനിക്ക 8.7. ഷാനിക്ക അർച്ചനയുടെ മാർക്കും ഞാൻ എഴുതി കഴിഞ്ഞു. രണ്ടും എഴുതിയ സ്ഥിതിക്ക് അത് നമുക്ക് ഇങ്ങനെ മടക്കി ഗാനക്കുടത്തിൽ കുടത്തിലേക്ക് മടക്കണ്ട, സമയമില്ല. ഓക്കെ സോ ടോട്ടൽ 17.4 and 17.3. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga